ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു ടോപ്പിക്, അതായത് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യമാണ്. നമുക്ക് വായിക്കാം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ആമേൻ, സ്തോത്രം. ദൈവം ഇവിടെ പറയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുക, അതായത് ക്രിസ്തു യേശു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അപ്പം അങ്ങനെയുള്ള നമ്മൾ എങ്ങനെയാണ് ഉത്സവം ആചരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ആമേൻ, സ്തോത്രം. പണ്ടുള്ള ആൾക്കാരിങ്ങനെ പെസഹ കുഞ്ഞാടിൻ്റെ അവരുടെ രീതിയിലൊക്കെ അവർ ആഘോഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ രീതിയിൽ ഇത് നോക്കുമ്പോൾ ഉത്സവം ആചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഉത്സവം ആചരിക്കേണ്ടത് എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഉത്സവം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആരാധനയായിട്ട് ദൈവസന്നിധിയിൽ കരുതുക. അതായത് സങ്കീർത്തനങ്ങളും 42-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത്. അതായത് നമ്മൾ ആരാധിക്കേണ്ടത് ഒരു ഉത്സവം. നമ്മൾ സാധാരണ ഉത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം, നമ്മൾ അനേക ഉത്സവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവരായിരിക്കും. പെരുന്നാളുകൾ അല്ല, അവരെന്ത് സന്തോഷത്തോടെയാണ് അതൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ദൈവഭയത്തോടെ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ടോ? അതോ നമ്മളെന്താണ്, ആഴ്ചയിൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായല്ലോ എന്നോർത്ത് ആരെങ്കിലും ആരാധനയ്ക്ക് കടന്നു പോകുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? ദൈവത്തെ ആരാധിക്കേണ്ടത് ഒരു ഉത്സവം ആചരിക്കുന്നത്, അതായത് പുറമേ കടന്നല്ല, നമ്മുടെ ഉള്ളിൽ ഒരു ഒരുക്കം വേണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ചില ഉത്സവങ്ങൾക്കൊക്കെ ചില പള്ളികളൊക്കെ 3 മാസം അല്ല 2 മാസം മുമ്പേ അവർ ഒരുക്കങ്ങൾ തുടങ്ങും, അല്ലേ? അതിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്നും വേണ്ട, ഒരു കല്യാണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 1 മാസം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ആകാനായിട്ട് ശ്രമിക്കും. ഇതേപോലെ തന്നെയാണ് ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന നമ്മുടെ ഹൃദയം എന്തുമാത്രം ഒരുക്കമുള്ളവരായിരിക്കണം. ആമേൻ, സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മൾ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാമിച്ചു. ഒരു ദാഹിക്കുന്ന ഒരു മാൻ വെള്ളം കണ്ടാൽ അത് ആ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ പോകുന്ന ഒരു ആകാംക്ഷ, അല്ലേ? ആ ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യണം? ആകാംക്ഷയോടെ ഇരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ഒരുക്കമുള്ള അല്ലെങ്കിൽ ജനത്തെ ദൈവം നിറപ്പാൻ ശക്തനാണ്. നമുക്കൊരു ഒരുക്കവുമില്ല. നമ്മളിപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കാം പോകുന്നത്, അല്ല? ആദ്യം ഒന്നാമത്തെ കാര്യം പാസ്റ്ററിനെ ആൻറ്റീനെ ഒന്ന് പ്രസാദിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം പ്രെയർ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ചില പ്ലാനുകളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ എത്രമാത്രം ചേഞ്ച് ചെയ്യും? ഞാൻ ഇന്നത്തെ തലമുറയോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, നമ്മൾ എത്രമാത്രം മാറേണ്ടത് ആവശ്യമാണ്, ഞാനും നമ്മൾ ഓരോരുത്തരും. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ അല്ലെ പൂർവ്വപിതാക്കന്മാരൊക്കെ എത്രമാത്രം ഒരുക്കുക, അവർ തലേന്നേ ഒരുങ്ങാനായിട്ട് തുടങ്ങും. ആമേൻ, സ്തോത്രം. ഇന്ന് നമ്മളും എന്താണ്, പ്രെയർ ഉണ്ടെങ്കിലും എത്ര നേരം വരെ വൈകിട്ട് നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, എത്രമാത്രം നമുക്ക് ഒരുക്കമുണ്ട്. ഒരാത്മാവ്, അല്ലെങ്കിൽ ഇവിടെ പറയാണ്, പഴയ പുളിപ്പുള്ള അവസ്ഥകളെ നമ്മൾ എന്ത് ചെയ്യണം? വെടിയണം. ദൈവവചനം പറയുന്ന വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി എൻ്റെ അടുത്തേക്ക് വരിക. ആമേൻ, സ്തോത്രം. നല്ല വസ്ത്രങ്ങളെ ധരിച്ച് പോകണം, അതൊക്കെ അത്യാവശ്യമാണ്. കാരണം ദൈവസന്നിധി പോകുമ്പോൾ നമ്മൾ നല്ല വസ്ത്രങ്ങളെ ധരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉൾമനസ്സും എന്ത് ചെയ്യണം? ദൈവത്തോട് എന്ത് ചെയ്യണം? വെടിപ്പും നിർമ്മലത, അതായത് എല്ലാ ദുഷ്ടതയും എല്ലാ തിന്മേനെയും കളഞ്ഞതിന് ശേഷം, കളയാൻ നമുക്ക് പാടാ, ദൈവത്തോട് നമുക്ക് ചോദിക്കാം. നമുക്കൊരു ഒരുക്കത്തോടെ ഈ ദിവസങ്ങളിൽ പ്രയറിന് നമുക്ക് കടന്നു പോകാം. കാരണം ഇന്ന് ഞാൻ എന്തെങ്കിലും ഒന്ന് ക്രിസ്തുവിൽ നിന്ന് പുതുതായി പ്രാപിക്കും, ഒരു പുതുക്കം നമ്മുടെ ലൈഫിൽ വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.
ഒരു കമ്പനിയിലേക്ക് ഒരു പുതിയ മാനേജർ കടന്നു വരുമ്പോൾ നമ്മൾ എത്രമാത്രം പുള്ളിയെ ക്യാൻവാസ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ജോലി മേഖലകളിലേക്ക് നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നു. ഹാലലൂയ. നീ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലേ, നിൻ്റെ ഫാമിലി ഒന്ന് സെറ്റ് ആവാനല്ല. പക്ഷെ നീ എത്രമാത്രം നീ ഹാർഡ് വർക്ക് കൊണ്ട് ദൈവത്തിന് വേണ്ടി അല്ല അവൻ്റെ ആലയത്തിലേക്ക് ചെല്ലുക, അവൻ്റെ വചനങ്ങളെ കേൾക്കേണ്ടതിന്, അവൻ്റെ വചനങ്ങളെ പഠിക്കേണ്ടതിന്. ഹാലലൂയ, സ്തോത്രം അല്ലേ. നല്ലൊരു അംശം നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇവിടെ പറയാണ്, പഴയ അവസ്ഥകളെ നമ്മൾ എന്ത് ചെയ്യണം? വെടിയണം. പുളിപ്പില്ലാത്ത കുഞ്ഞുങ്ങളായി നമ്മൾ മാറണം. ഒരു പുതിയ പിണ്ടമാകേണ്ടതിന് നമ്മൾ പഴയതും ഹൃദയത്തിൽ നിറച്ചു വെച്ച്, അല്ലെങ്കിൽ പ്രയറിന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരിക്കുന്ന ചിലവരോടൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഭയങ്കര വീർപ്പുമുട്ടലൊക്കെ ഹൃദയത്തിൽ അങ്ങനെ ഇരിക്കുന്ന നമ്മളങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹവും നമ്മൾ എന്ത് ചെയ്യത്തില്ല? പ്രാപിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ തിന്മയും ദൈവം നമ്മളോട് തൻ്റെ പാപങ്ങൾ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപപ്രവൃത്തികൾ ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമുക്കും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ആദ്യം പഠിക്കണം അല്ലേ. മറ്റുള്ളവരോട് നമുക്കും എന്ത് ചെയ്യാം? ക്ഷമിച്ചുകൊണ്ട് ആ തിരുപാദപീഠത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ. ഒഴിഞ്ഞവരായി നമുക്ക് പോയിട്ട് നിറഞ്ഞ കുഞ്ഞുങ്ങളായി നമുക്ക് തിരികെ വരുവാൻ ദൈവം സഹായിക്കട്ടെ. ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ. ആമേൻ, സ്തോത്രം. അപ്പം നമുക്കൊന്നുമില്ല, നമ്മൾ ഒരു നേരം ഒരു വാക്യം വായിച്ച് അല്ലെങ്കിൽ ഈ ബൈബിൾ പഠിക്കും തോറും നമുക്ക് മനസ്സിലാകുന്ന സത്യം നമുക്കൊന്നും അറിയില്ല. ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിച്ചു വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കർത്താവെ നമുക്കൊന്നും അറിയില്ല. ദൈവം നമ്മളെ നിറയ്ക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ അഭിഷേകത്താ. അപ്പം അഭിഷേകം കിട്ടാത്ത നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഒരുക്കത്തോടെ പോകണം. ആമേൻ, സ്തോത്രം. ഒരുക്കം ഉണ്ടെങ്കിൽ ദൈവം അവിടെ എന്ത് ചെയ്യും? പ്രസാദിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഒരുക്കമുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് ഓരോ പ്രാവശ്യം പ്രയറിന് കടന്നു പോകുമ്പോഴും ദൈവത്തോട് അടുപ്പമുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് മാറേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നതും എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? പഴയതിനെ എല്ലാം മറന്നിട്ട് അല്ലേ, പഴയ കാര്യങ്ങളെ എല്ലാം മറന്നു, പഴയതിൻ്റെ അവസ്ഥകളെല്ലാം വസ്ത്രം ഊരിക്കളയുന്ന പോലെ ഊരിക്കളഞ്ഞിട്ട് നമുക്കൊരു പുതുക്കത്തോടെ ഇന്ന് ഞാൻ ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രാപിക്കും എന്ന ആ നിശ്ചിത ബോധത്തോടുകൂടെ ദൈവസന്നിധി നമുക്ക് കടന്നു പോകാം. അതായത് എല്ലാ തിന്മ, എല്ലാ ദുഷ്ടത അല്ല, പഴയ അവസ്ഥയായിട്ടിരിക്കുന്നതിൽ പുതിയത് നിറപ്പാൻ ദൈവം എന്ത് ചെയ്യുന്നു? വിസ്മയിക്കുക. ദൈവത്തിന് കഴിയില്ല. കാലിൽ നമ്മൾ പഴയതായി തന്നെ ഇരിക്കും. നമ്മുടെ ആ മൺപാത്രങ്ങളൊക്കെ ഒന്ന് ഉടയട്ടെ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലൊക്കെ എന്ത് ചെയ്യട്ടെ? മഞ്ഞുപോലെ അതൊക്കെ ഒന്ന് ഉരുകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ദൈവസന്നിധി നമ്മളെ പകരുമ്പോൾ, ഹൃദയം നമ്മൾ ദൈവസന്നിധി പകരുമ്പോൾ ആരെയും പ്രസാദിപ്പിക്കാനല്ല, ഒരു മനുഷ്യനെയും പ്രസാദിപ്പിക്കാനല്ല, ദൈവം നിന്നിൽ പ്രസാദിക്കണം. നിൻ്റെ ആരാധനയിൽ ദൈവം ഇറങ്ങി വരണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഓരോ പ്രെയർ കഴിയുമ്പോഴും നമ്മൾ ചിന്തിക്കണം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒന്നിലും നമ്മൾ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതുക്കം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളെ ഒരുക്കുമാറാകട്ടെ, നമ്മുടെ ഹൃദയങ്ങളാകട്ടെ, ശരീരങ്ങളാകട്ടെ, മനസ്സാകട്ടെ. മറ്റുള്ളവരോട് നമ്മൾ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, നീ നിൻ്റെ വഴിപാട് നീ അകപിടത്തിന്മേൽ കൊണ്ടുവരുമ്പോൾ നിനക്ക് നിൻ്റെ ആൾക്കാരുള്ള നിൻ്റെ സഹോദരനോട് നിനക്ക് വല്ലതും ഉണ്ടോ നിനക്ക് ഓർമ്മ വന്നാൽ, അവർക്ക് നിന്നോട് വരണമെന്നില്ല, പക്ഷെ നിനക്ക് ഓർമ്മ വന്നാൽ ആദ്യം അവരോട് ചെന്ന് നിരന്നിട്ട് നിൻ്റെ വഴിപാട് യാഗപീഠത്തിന്മേൽ കഴിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അനേക മതസ്ഥർ അല്ലെങ്കിൽ അനേക ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ എന്താണ് മുട്ടയടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന പോലെ വഴിപാട് ചെയ്താൽ നമുക്ക് മാറ്റങ്ങൾ വരും, നമ്മുടെ പാപങ്ങളെ മറക്കും. ഇതൊന്നുമല്ല ക്രിസ്തു നമ്മളിൽ നിന്ന് ചോദിക്കുന്ന. നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരും, ഒരു ഏകാഗ്രത ഹൃദയത്തോടുകൂടെ. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാനല്ല, ദൈവത്തെ പ്രസാദിപ്പാനാണ് ഇന്ന് ഞാൻ ആരാധനയ്ക്ക് വന്നത്. ഇന്ന് ദൈവത്തിൽ നിന്ന് എനിക്ക് ചിലത് പ്രാപിക്കണം എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോട് ഇന്നത്തെ തലമുറകളൊക്കെ ഒന്ന് ഉണരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ആരാധിക്കുവാൻ ആ തിടുക്കം നമ്മളിൽ വരട്ടെ. ഹല്ലേലൂയ. നീർത്തോടുകളിലേക്ക് ചെല്ലുന്നത് പോലെ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനോട് ചേരുവാൻ എന്ത് ചെയ്യട്ടെ? അടുത്തു ചെല്ലുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.
അതുകൊണ്ട് ഈ വചനം എല്ലാ പുളിപ്പില്ലായ്മ, നമ്മളെല്ലാ പുളിപ്പിൻ്റെ അവസ്ഥകളും അല്ലേ, നമ്മളെ തന്നെ മുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിന് നമ്മളായിട്ട് വെച്ചിരിക്കുന്ന ചില തടങ്ങൽ പാറകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യനൊന്നെങ്കിൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിയില്ലേ, ആ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഇനിയുള്ള ആഴ്ചകളിൽ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ചില ഒരുക്കത്തോടെ അല്ലേ, തലേന്ന് തന്നെ അതിനുവേണ്ടി ഒരുങ്ങി ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒരു തുറന്ന പാത്രമായി. ഹല്ലേലൂയ സ്തോത്രം. മഴയൊക്കെ പെയ്യുമ്പോൾ ഹല്ലേലൂയ ചില ചിരട്ടകളിൽ അത് തുറന്നിരിക്കുന്നതാണെങ്കിൽ അത് നിറച്ച് വെള്ളം നിറയും, പാതിയാണെങ്കിൽ അതനുസരിച്ച് അതിൽ മഴയത്ത് വെള്ളം നിറയത്തുള്ളൂ. അപ്പോൾ നീ എത്രമാത്രം നിന്റെ മനസ്സ് ദൈവസന്നിധി തുറന്നിരിക്കുന്നു അതിനെ കർത്താവ് നിറപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമുക്ക് ഈ തലമുറ എന്ത് ചെയ്തിട്ട് ഒന്ന് ഉണരട്ടെ, ദൈവത്തെ ആരാധിക്കേണ്ടതിന്. ആമേൻ സ്തോത്രം. ദൈവത്തോട് ഹൃദയം പകരുന്ന കുഞ്ഞുങ്ങളായിരിക്കട്ടെ. അവൻ നമ്മുടെ അരികിൽ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് എത്ര പ്രശ്നങ്ങൾ വന്നാലും മനുഷ്യർക്കായാലും ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്ന പരിധികളെ കവിഞ്ഞ് കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുമാറാകട്ടെ. അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വചനപ്രകാരം സകല തിന്മകളും എല്ലാ ദുഷ്ടചിന്തകളും നമ്മളെ വെടിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒരുക്കമുള്ള ഹൃദയത്തോടുകൂടെ നമുക്കിനി തൊട്ട് കടന്നു പോവാം. ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ യെശയ്യാവിൽ ഒരു വചനമുണ്ട്, ദൈവത്തോട് അടുത്തിരിക്കുന്നത്. നമുക്ക് ആ വചനം കൂടെ ഒന്ന് പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. യഹോവയെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ഹല്ലേലൂയ. 55:6, യെശയ്യാവ് 55:6. യഹോവയെ അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യുക? നമ്മളത് എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ വേണം. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ഈ ലോകത്തിൽ എന്തും നഷ്ടമായിക്കോട്ടെ തിരിച്ചു തരുവാൻ യഹോവ ശക്തനാണ്. പക്ഷെ ദൈവത്തെ നഷ്ടപ്പെടുത്തരുത്. ആമേൻ സ്തോത്രം. അവൻ നമുക്ക് സഹായകനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകൾ കർത്താവിന് ഒരൊറ്റ സെക്കൻഡ് മതി നമ്മളെ അതിൽ നിന്ന് വിടുവിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. ഒരു ഒരുക്കമുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് മാറാം. നമ്മുടെ പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ചിന്ത അല്ലെ, ദൈവത്തിൻ്റെ ആ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെ ധ്യാനിച്ച് ദൈവസന്നിധി നമുക്ക് ഉത്സാഹമുള്ളവരല്ല. ദൈവപ്രവൃത്തി ഉദാസീനതയോട് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. വെറുതെ ശാപഗ്രസ്തരായി തീരാനല്ല ദൈവം നമ്മളെ വിളിച്ച്. നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയെങ്കിലോ നമ്മൾ വാഗ്ദത്ത പ്രകാരം അവകാശികളാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ശാപഗ്രസ്തരായി തീരാനായിട്ടല്ല, ഉത്സാഹമുള്ള കുഞ്ഞുങ്ങളായി പാട്ട് പാടാൻ കഴിവുള്ളവർ, അങ്ങനെ പ്രസംഗിക്കാൻ കഴിവുള്ളവർ, അങ്ങനെ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും ബലപ്പെടുത്തുമാറാട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓർപ്പിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.